അങ്കമാലിയേക്കാളും വില കുറവാണ്. എല്ലാവരും ഓർക്കും അങ്കമാലിയില്ല വില കുറവ്, അതിനും വില കുറച്ച് നമ്മളിവിടെ ചങ്ങനാശ്ശേരി ചെത്തുപ്പുഴ ഹോസ്പിറ്റലിനും മുന്തിരിക്കാലയ്ക്ക് ഇടയ്ക്കായിട്ട് നമ്മുടെ കട പുതിയൊരെണ്ണം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അങ്കമാലി എന്ന് പറഞ്ഞാൽ അങ്കമാലി പോർക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് അല്ലേ. അങ്കമാലി ഡയറീസ് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളികൾക്കിടയിൽ പന്നിയിറച്ചിക്ക് പ്രിയം കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമല്ല, പന്നിയിറച്ചിയുടെ ലഭ്യത ഇപ്പോൾ കുറഞ്ഞു. പന്നിയിറച്ചിക്ക് നമുക്കറിയാം, പണ്ട് ബീഫിനേക്കാളൊരു ബീഫിൻ്റെ പകുതിയിൽ താഴെ വിലയുള്ളായിരുന്നു പന്നിയിറച്ചിക്ക്. എന്നാൽ ഇന്ന് പന്നിയിറച്ചിക്ക് ഡിമാൻഡ് കൂടി, അതിൻ്റെ ലഭ്യത കുറഞ്ഞു, അതുകൊണ്ട് തന്നെ വിലയും കൂടി. കുരിശുമൂട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി വിൽക്കപ്പെടുന്ന ചങ്ങനാശ്ശേരിയിലെ ഒരു സ്ഥലം. ചങ്ങനാശ്ശേരിയിലെ ഒരു അങ്കമാലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുരിശുമൂട്. അപ്പം ഈ കുരിശുമൂട്ടിൽ ഏറ്റവും വിലക്കുറച്ച് പന്നി കിട്ടുന്ന, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പന്നിയിറച്ചി കിട്ടുന്ന ഒരു കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ജീവൻ മീറ്റ് ഷോപ്പ്. നമ്മൾ ചങ്ങനാശ്ശേരി കുരിശുമൂട് ജംഗ്ഷനിൽ നിന്ന് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി മുന്തിരിക്കവല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ക്രിസ്ത്യോതി സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ ജീവൻ മീറ്റ് ഷോപ്പ്. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇവിടെ പന്നിയിറച്ചി വാങ്ങിക്കാനുള്ള ആളുകളുടെ വലിയൊരു ക്യൂ ആണ്. അതുപോലെ പന്നിയിറച്ചിക്ക് മാത്രമല്ല, നല്ല ഗുണമേന്മയുള്ള ബീഫ്, അതുപോലെ കോഴിയിറച്ചി, ഇതിനൊക്കെ നല്ല തിരക്കാണ്. കുരിശുമൂട്ടിൽ പല ഭാഗത്തും പന്നിയിറച്ചി വിൽക്കുന്ന കടകളുണ്ട്, ധാരാളം ഷോപ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചങ്ങനാശ്ശേരിയിലൊരു മിനി അങ്കമാലി എന്ന് തന്നെ വേണമെങ്കിൽ കുരിശുമൂടിനെ വിശേഷിപ്പിക്കാം. അത്രമാത്രം സെയിലാണ് പന്നിയിറച്ചിക്ക് ഇവിടെയുള്ളത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല തിരക്കാണ് പന്നിയിറച്ചി വാങ്ങിക്കാനുള്ളത്. ജീവൻ മീറ്റ് ഷോപ്പിൽ നല്ല ഗുണമേന്മയുള്ള പന്നിയിറച്ചി കിട്ടുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞുള്ള അഭിപ്രായം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അങ്കമാലി സ്റ്റൈല് പന്നിയിറച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചപ്പം ജീവൻ മീറ്റ് ഷോപ്പിനെ തന്നെ ആദ്യം തിരഞ്ഞെടുത്തത്. അതെ, എനിക്ക് തോന്നുന്നൊരു 5-6 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. അതായത് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഞായറാഴ്ചകളിൽ പൊതുവെ പന്നി കുറവുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്കമാലിയേക്കാളിലും വിലക്കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ജീവൻ മീറ്റിലാണുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കണ്ടില്ലേ, ഇതാ നല്ല അലുവ പോലുള്ള പീസുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്താച്ചാൽ മതി. ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടി അത് കേട്ടോ. ലിജോയ്ക്ക് പന്നിയിറച്ചിയാണ് ഇഷ്ടം. പിന്നെ തീർച്ചയായിട്ടും, കാരണം കൊഴുപ്പില്ലല്ലോ, കൊളസ്ട്രോൾ കുറവാണ്. ബീഫ് കഴിച്ച് കൊഴുപ്പ് അല്ല, ബീഫും കഴിക്കാറുണ്ട്. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു റോമൻ കാത്തലിക്കിനെ സംബന്ധിച്ചിടത്തോളം ബീഫ് ഇല്ലാത്ത എന്ത് പെരുന്നാളാണോ ഉള്ളത്. നമുക്ക് ബുധന, വ്യാഴം, വെള്ളി, ശനി, ഞായർ, പിന്നെ ഓർഡർ ഉള്ളപ്പോൾ തിങ്കളും ചൊവ്വാഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ സ്ഥിരം നമുക്ക് ഓർഡർ പറയുന്നവർക്ക് വീട്ടിലെത്തിച്ചായാലും കൊടുത്തിരിക്കും.